കൊച്ചി കോർപ്പറേഷനിലെ ഹരിത കർമ്മസേനാ അംഗമാണ് നിഷ. നിഷയാണ് അമിത വേഗത്തിലെത്തിയ കാറ് ഇടിച്ചു വീഴ്ത്തിയത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന് പറയൂ. ഞാൻ വേസ്റ്റ് എടുക്കാനായിട്ട് ഉന്തുവണ്ടിയായിട്ട് പോവായിരുന്നു LFC റോട്ടിൽ. അപ്പോൾ ബാക്കിൽ വന്ന വണ്ടി ഹോൺ അടിച്ചിട്ടില്ല. ഹോൺ അടിച്ചെങ്കിൽ ഞാൻ അറിയുമായിരുന്നു. ഇത് ഹോൺ അടിച്ചു. ഞാൻ ലൈറ്റിൻ്റെ വെട്ടം കണ്ടാണ് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേനും എൻ്റെ അടുത്തെത്തി. പേടിച്ചിട്ട് ഞാൻ ഉന്തുവണ്ടി ഇട്ടിട്ട് ഓടി. അതുകൊണ്ട് എനിക്ക് ഇത്രയും സംഭവിച്ചുള്ളേ. എന്നാൽ ശരിക്കും എന്നെ ഇടിച്ചാനെ. ഞാനവിടെ വീണ് കിടക്കുകയാണ്. അപ്പോൾ ഈ കാറിൽ നിന്ന് ഇയാൾ ഇറങ്ങി. അതും എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ഓടി വന്നത് കണ്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ വേറെ ആരും വന്നില്ലെന്നുണ്ട് എനിക്കൊന്നും വിട്ടിട്ട് പോകുമായിരുന്നു. ഇറങ്ങി വന്നിട്ട് ചേച്ചി ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി കയറി. ഞാനടുത്ത് എൻ്റെ അടുത്തേക്ക് അടുപ്പിക്കാനാണ് നോക്കി. പക്ഷെ ആൾ വിട്ടുകളയുക ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നണം അദ്ദേഹം എല്ലാ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. കാരണം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വലിയ കേസൊന്നും ആകില്ലായിരുന്നു. ഇതേപോലെ തന്നെ ഹരിത കർമ്മസേനയിൽ ജോലി ചെയ്ത 2 പേരാണ് വണ്ടി ഇടിച്ച് ഈ വെളുപ്പിനെ തന്നെ മരിച്ചേക്കണം. 2 വർഷം മുന്നേ വിജയ് എന്ന് പറഞ്ഞ ആളെ ആ റോട്ടിൽ തന്നെ വെച്ച് കാറിടിച്ച് മരിച്ചിട്ടുണ്ട്. പിന്നെ സുബൈദ എന്ന് പറയണത്. ഈ 2 പേരും ഈ ജോലി ചെയ്യുന്ന 2 പേരും കാറിടിച്ച് തന്നെയാണ് മരിച്ചത്. ഈ അപകടത്തിന് ശേഷം ആരാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്? എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. എളമക്കര പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അറിയുക. അങ്ങനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നതിന് അവർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ ടെസ്റ്റ് ചെയ്തോ ഒന്നും അറിയില്ല. ഞാൻ പറയണ ഇന്ന് എനിക്ക് സംഭവിച്ച് നാളെ വേറെ ആർക്കും സംഭവിക്കാതിരിക്കാൻ ശക്തമായൊരു നടപടി അവർ സ്വീകരിക്കണം പോലീസുകാർ. ഇപ്പോൾ റെസ്റ്റ് നമ്മൾ എന്തെങ്കിലും സഹായങ്ങളോ കോർപ്പറേഷനൊക്കെ അങ്ങനെ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ ഞങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ടാണ് ഞങ്ങൾ ചെയ്തേക്കണത്. കേസിൻ്റെ അന്വേഷണത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് സ്റ്റേഷനിൽ ലഭ്യമാകുന്നുണ്ട്. തുടർ നടപടികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭ്യമാകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സച്ചിൻ സജിക്കൊപ്പം സിജോ വിജോൺ, മീഡിയ 1.